നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളെ വിളിക്കുന്നു അല്ലെങ്കിൽ നിന്നെ വിളിക്കുന്നു എന്നുള്ളത് നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ നോക്കുക, നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആ വാചകത്തിലെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? വിളിക്കുന്നു എന്നാണ്. എന്താണ്? വിളിക്കുന്നു. അപ്പോൾ വിളിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം വിളിക്കുന്നു, ചെയ്യുന്നു, നടക്കുന്നു, പോകുന്നു, ഇരിക്കുന്നു, വരുന്നു, നിൽക്കുന്നു എന്നൊക്കെ പറയുന്നതല്ല ഒരേ രീതിയിലാണ്. കാരണം അവയുടെ ആ വാക്ക് അവസാനിക്കുന്നത് നു എന്നാണ്. അപ്പം നമ്മുടെ എന്താണ് നമ്മൾ പറയുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ അവസാനം നു എന്ന് ആണോ എന്ന് നമ്മൾ നോക്കുക. അങ്ങനെ നു എന്ന് അവസാനിക്കുന്ന ക്രിയകളെ ഇംഗ്ലീഷിൽ നമുക്ക് പറയണമെങ്കിൽ ഒന്നുകിൽ ഏത് പ്രവൃത്തിയാണോ ഏത് ക്രിയയാണോ അത് ഇംഗ്ലീഷിൽ അതുപോലെ ആ രൂപത്തിൽ തന്നെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് കാൾ, അതായത് വി എന്ന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥ രൂപം, അതായത് കാൾ എന്ന് നമുക്ക് പറഞ്ഞാലും, അതുപോലെ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വെർബിനോടൊപ്പം സ് എന്നൊരു ശബ്ദം ചേർക്കുക. ഇപ്പോൾ തന്നെ കാളിന് കൂടെ കാൾസ്, സ് എന്നൊരു ശബ്ദം വന്നല്ലോ. അപ്പോൾ കാൾസ്. അപ്പോൾ അങ്ങനെ നു എന്ന് അവസാനിക്കണമെങ്കിൽ നമ്മുടെ വെർബിനോട് കൂടി ആ വെർബ് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ വെർബിനോട് കൂടി സ് എന്നുള്ള ശബ്ദവും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് നു എന്ന് അർത്ഥം കിട്ടുവാൻ വേണ്ടി നമുക്ക് എങ്ങനെയും പറയാം. ഈസോ, ആമോ, ആറോ ഉപയോഗിച്ചതിന് ശേഷം അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ പറയാൻ പോകുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ഇംഗ്ലീഷ് ആയിട്ടുള്ള വാക്കിൻ്റെ കൂടെ ഡ് എന്നും കൂടെ നമ്മൾ പറഞ്ഞാൽ മതി. അതായത് നമുക്ക് ഈസ് കാൾഡ് എന്നോ ആം കാൾഡ് എന്നോ ആർ കാൾഡ് എന്നോ പറയാം. അതായത് കാളിൻ്റെ കൂടെ ഡ് എന്ന് പറഞ്ഞ ശബ്ദം നമ്മൾ ചേർക്കുന്നു. അപ്പോൾ കോൾഡ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിളിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ഒന്നുകിൽ കാളെന്ന് പറയാം, അല്ലെങ്കിൽ കോൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈസ് എന്നോ ഈസ് കോൾഡ് എന്നോ, അല്ലെങ്കിൽ ആം കോൾഡ് എന്നോ, അല്ലെങ്കിൽ ആർ കാൾഡോ എന്ന് പറയാം. അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ. അപ്പം നു എന്ന് നമുക്ക് ശബ്ദം വരണമെങ്കിൽ നമ്മൾ ഏതാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി, അതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ആ ഇംഗ്ലീഷ് വാക്ക് നമുക്ക് അതുപോലെ തന്നെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് വിളിക്കുന്നു എന്നെനിക്ക് പറയണമെങ്കിൽ നമുക്ക് കാൾ എന്ന് മാത്രം പറഞ്ഞാലും അതേ അർത്ഥം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെർബിനോട് കൂടി അല്ലെങ്കിൽ ക്രിയയുടെ കൂടെ സ് എന്നൊരു ശബ്ദം ചേർത്താലും നമുക്ക് കോൾസ് എന്ന് കിട്ടും. അപ്പോഴും വിളിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി അതല്ല, നമുക്ക് ഈസ് കോൾഡ് എന്ന് പറഞ്ഞാലും ആം കോൾഡ് എന്ന് പറഞ്ഞാലും ആർ കോൾഡ് എന്ന് പറഞ്ഞാലും വിളിക്കുന്നു എന്ന് മലയാളത്തിൽ അർത്ഥം വരും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോളും കോൾസും അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് വെർബിന് മാത്രമായിട്ടും വെർബിനോട് കൂടി സ് എന്ന് ശബ്ദം ചേർക്കുന്നതും അതൊരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇനി ഈസ് കോൾഡ് എന്നോ അല്ലെങ്കിൽ ഓം കോൾഡ് എന്നോ അല്ലെങ്കിൽ ആർ കാൾഡോ എന്നോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് വേറൊരു സാഹചര്യത്തിലാണ്. അപ്പം രണ്ട് സാഹചര്യങ്ങളായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കോള് അല്ലെങ്കിൽ കോൾസ്, അല്ലെങ്കിൽ വെർബ് മാത്രം അല്ലെങ്കിൽ വെർബിനോട് കൂടി സ് എന്ന് പറഞ്ഞ ശബ്ദം ചേർക്കുന്നത് ഒരു സാഹചര്യം. എന്നാൽ മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ഈസ് കോൾഡ് എന്നോ ആം കോൾഡ് എന്നോ ഓർ കോൾഡ് എന്നോ നമ്മൾ ഉപയോഗിക്കും. അത് വെർബിനോട് കൂടി ഡ് എന്ന ശബ്ദം ചേർക്കും. ആ സാഹചര്യം എന്തെന്നുള്ളതാണ് നമ്മളിവിടെ വ്യക്തമാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, വെർബ് മാത്രമായിട്ടും അല്ലെങ്കിൽ വെർബിനോട് കൂടി സ് എന്ന് പറഞ്ഞ ശബ്ദം ചേർക്കുന്നത് ഒരു സാഹചര്യമാണെന്ന്, ഒരു ടൈപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ടൈപ്പ് നമ്മൾ എവിടെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക? ഏത് സാഹചര്യത്തിലായിരിക്കും? നമ്മൾ പറയുന്ന വാചകത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ പറയുന്നുവെങ്കിൽ,
പ്രവൃത്തി ചെയ്യുന്ന ആളിനെ കുറിച്ച് ആ ആളിനെ നമ്മൾ സൂചിപ്പിക്കുന്നു എങ്കിൽ നമുക്ക് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വെർബ് മാത്രമായിട്ടോ അല്ലെങ്കിൽ വെർബിനോട് കൂടി സ് എന്ന ശബ്ദം ചേർക്കുകയോ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് അവൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഠിക്കുന്നു എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളെ നമ്മൾ പറഞ്ഞു, ആരാ? അവൻ. അങ്ങനെയുള്ള സാഹചര്യം വന്നുകൊണ്ട് ഇവിടെ നമ്മൾ വെർബോ അല്ലെങ്കിൽ വെർബിനോട് കൂടി സ് പറയുന്ന ശബ്ദമോ നമുക്ക് ചേർക്കാം. അപ്പോൾ മനസ്സിലായല്ലോ? അതായത് നമ്മൾ വെർബ് മാത്രം അല്ലെങ്കിൽ വെർബിനോട് കൂടി സ് എന്ന് പറയുന്ന ശബ്ദം ചേർക്കുന്നത്, ഇത് ഫസ്റ്റ് ടൈപ്പ് ഒരു പ്രത്യേക രീതിയിലാണ്. ആ പ്രത്യേക രീതി എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടാവും. അങ്ങനെ സൂചിപ്പിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ വെർബ് മാത്രമായിട്ടോ അല്ലെ വെർബിനോട് കൂടി സ് ചേർക്കുകയോ ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ വെർബിനോട് കൂടി സ് ചേർക്കുന്നത്? വെർബിനോട് കൂടി സ് എന്ന ശബ്ദം ചേർക്കുക, സ് എന്ന് പറയുന്ന ശബ്ദമാണല്ലോ, ആ ശബ്ദം നമ്മൾ ചേർക്കുന്നത് എപ്പോഴായിരിക്കും? ഈ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആള് ഒരാളാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന വെർബിനോട് കൂടി സ് എന്ന് നമ്മൾ ചേർക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അവൻ പഠിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അങ്ങനെ അവൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രവൃത്തി ചെയ്യുന്ന ആൾ. അങ്ങനെ പ്രവൃത്തി ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് വെർബോ അല്ലെങ്കിൽ വെർബിനോട് കൂടി സ് എന്ന് പറയുന്ന ശബ്ദമോ ചേർക്കാം. അപ്പൊ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, അവൻ എന്ന് പറയുന്ന ഒരാളാണ്, ഒരാൾ മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെർബിനോട് കൂടി സ് എന്ന് പറയുന്ന ശബ്ദം ചേർക്കണം. അപ്പൊ ഇവിടെ അവൻ, അപ്പോൾ അവൻ ഇംഗ്ലീഷ് നമുക്കറിയാം ഹി. ഇനി പഠിക്കുക എന്നുള്ള ഇംഗ്ലീഷ് നമുക്കറിയാം സ്റ്റഡി. ആ സ്റ്റഡിയുടെ കൂടെ സ് എന്ന് പറയുന്ന ശബ്ദം ചേർത്താൽ മതി. അപ്പൊ എന്തായി? സ്റ്റഡീസ്. നമ്മളിവിടെ സ്പെല്ലിംഗ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ സംസാരിക്കുകയാണല്ലോ. സംസാരിക്കാൻ നമുക്ക് സ്പെല്ലിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ സ്റ്റഡിയുടെ കൂടെ സ് എന്ന് പറയുന്ന ശബ്ദം ചേർക്കുമ്പോൾ സ്റ്റഡീസ് എന്നാണ്. അപ്പോൾ ഹി സ്റ്റഡീസ് എന്നുള്ളതാണ് അവൻ പഠിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടത്. ഇനി എപ്പോഴാണ് നമ്മൾ വെർബ് മാത്രമായി പറയുക? അതാണ് ഇവിടെ പറയുന്നത്. എപ്പോഴായിരിക്കും? ഈ ചെയ്യുന്ന ആള് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ചെയ്യുന്ന ആള് രണ്ടോ അതിൽ കൂടുതലോ, ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ രണ്ടുപേരോ അതിൽ കൂടുതലോ പേരെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വെർബ് പറയുമ്പോൾ ആ വെർബിന്റെ യഥാർത്ഥ രൂപം അങ്ങ് പറഞ്ഞാൽ മതി. അതായത് അവർ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയുന്ന ഒന്നിൽ കൂടുതൽ പേരുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ പഠിക്കുക എന്നുള്ളതിൻ്റെ സ്റ്റഡി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ദേ സ്റ്റഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവർ പഠിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ദേ സ്റ്റഡി എന്ന് പറഞ്ഞാൽ മതി. ഇനി ഞാൻ മുമ്പേ പറഞ്ഞു വേറൊരു ടൈപ്പിൽ പറയാമോ? ആ ടൈപ്പാണ് എന്ത്? നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി നമുക്ക് ഈസ് എന്നോ ആമെന്നോ ആറെന്നോ എഴുതിയതിനു ശേഷം പിന്നെ വെർബിനോട് കൂടി ഡ് എന്ന് പറയുന്ന ശബ്ദം ചേർക്കുക. അത് ഏത് സാഹചര്യത്തിലായിരിക്കും? ചെയ്യുന്ന ആൾ ഇല്ല എങ്കിൽ, എന്നുവെച്ചാൽ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ നമ്മൾ നമ്മുടെ വാചകത്തിൽ പറയുന്നില്ല എങ്കിൽ നമുക്ക് എഴുതേണ്ട രീതിയാണ് എന്ത്? ഈസ് ആമ് ആറ് പ്ലസ് വെർബിനോടുകൂടി ഡ് എന്ന് പറഞ്ഞ ശബ്ദം. അപ്പം അതാണ് നമ്മളിവിടെ പറയുന്ന വാചകം. അപ്പം നിങ്ങളെ വിളിക്കുന്നു എന്നാണല്ലോ നമുക്കിവിടെ പറയേണ്ടത്. അങ്ങനെ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് വിളിക്കുന്നത് എന്നവിടെ പറയുന്നില്ല. ആ വിളിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം, ആ വാചകം ഇംഗ്ലീഷിൽ പറയേണ്ടത് ഈ രണ്ടാമത്തെ ടൈപ്പിലായിരിക്കണം പറയേണ്ടത്. ആ ടൈപ്പ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആമ് അല്ലെങ്കിൽ ആറ്, പിന്നെ അതിനുശേഷം നമ്മുടെ പറയുന്ന ക്രിയ, ആ ക്രിയയുടെ കൂടെ ഡ് എന്നുള്ള ശബ്ദം ചേർക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്തോ ചെയ്യേണ്ടത്? നമ്മൾ നാമമോ അല്ലെങ്കിൽ സർവ്വനാമമോ എഴുതണം. അപ്പം ഉദാഹരണത്തിന് നിങ്ങളെ എന്ന് പറയുമ്പോൾ ആ നിങ്ങളെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ എഴുതണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈസോ ആമോ ആറോ എഴുതിയതിനു ശേഷം വെർബിനോട് കൂടി ഡ് എന്ന് പറഞ്ഞ ശബ്ദം നമ്മൾ ചേർക്കണം. ഇനി എപ്പോഴാണ് നമ്മൾ ഈസ് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാം? നമ്മളിവിടെ പറയാൻ പോകുന്ന നാമം അല്ലെങ്കിൽ സർവനാമം, അത് ഹി എന്നോ ഷീ എന്നോ ഇറ്റെന്നോ പിന്നെ ഏകവചനമോ ആയിട്ടോ വരികയാണെങ്കിൽ, ഇപ്പം ഹി എന്നോ ഷീ എന്നോ ഇറ്റെന്നോ ഒപ്പം ഏകവചനം എന്ന് വെച്ചാൽ ഒരാൾ മാത്രമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് വെർബിനോട് കൂടി ഡ് എന്ന് പറഞ്ഞ ശബ്ദം ചേർക്കാം. ഇനി യു എന്നോ ദേ എന്നോ വി എന്നോ പിന്നെ ബഹുവചന നാമം ഇത്തരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ആറ് എഴുതിയതിനു ശേഷം വെർബിനോട് കൂടി ഡ് ചേർക്കാം.
ഇനി അയ്യായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആം എഴുതാം. എന്നിട്ട് അതിൻ്റെ കൂടി നമുക്ക് വിയുടെ കൂടെ അല്ലെ വെർബിനോട് കൂടി ഡ് എന്ന് പറഞ്ഞ ശബ്ദം നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വാചകം എന്ന് പറയുന്നത് നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വിളിക്കുന്നു എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ പറയാത്ത പക്ഷം നമുക്ക് നു എന്ന അർത്ഥം കിട്ടണമെങ്കിൽ നമ്മളുടെ ഈസെന്നോ ആമെന്നോ ആറെന്നോ എഴുതിന് ശേഷം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വെർബ് ക്രിയയുടെ കൂടെ ഡ് എന്നുള്ള ശബ്ദം ചേർക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങളെ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ, നീ, താങ്കൾ അല്ലെങ്കിൽ താൻ എന്ന അർത്ഥം വരുന്ന യു നമ്മൾ എഴുതണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യുവിൻ്റെ അർത്ഥങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ, നീ, താങ്കൾ, ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥ അർത്ഥമെങ്കിലും ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഏതർത്ഥം വരും? യുവിന് നിങ്ങളെ എന്നോ നിന്നെ എന്നോ താങ്കളെ എന്നോ തന്നെ എന്നോ വരും. അപ്പം നമ്മളിവിടെ നിങ്ങളെ എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അങ്ങനെ നിങ്ങളെ എന്നർത്ഥം വരണമെങ്കിൽ നമ്മളിവിടെ യു എഴുതണം. യു എന്ന് പറയുന്നത് അങ്ങനെ യു വന്നു കഴിഞ്ഞാൽ യുവോ അല്ലെങ്കിൽ ബഹുവചനമായിട്ടുള്ള നാമങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആറാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട വെർബ് അത് കാളാണ്. ആ കാളിൻ്റെ കൂടെ നമ്മൾ ഡ് എന്ന് പറഞ്ഞ ശബ്ദം ചേർക്കുക. അപ്പോൾ എന്തായി? കാൾഡ് എന്ന് വരും. അപ്പം നമ്മൾ നിങ്ങളെ വിളിക്കുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് യു ആർ കോൾഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമെയിലിലേക്ക് പുതിയ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.